ഒരു വാക്ക് സേഫ് അല്ലേ? ഇനിയിപ്പോൾ അനുഭവിക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അത് ഈ ഊർജ പ്രതിസന്ധിയാണ്. ചേട്ടാ, സനലേട്ടൻ ഖത്തറിലല്ലേ? സനലേട്ടനൊക്കെ സേഫ് തന്നെയാണല്ലോ? വിളിച്ചില്ലേ? ഇല്ല. അപ്പൊ ആരെയും വിളിച്ചില്ല ഇതുവരെയായിട്ടും? അവിടെ അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. എന്തോ ചേട്ടാ, 2-3 ദിവസമായി, നിങ്ങൾക്കൊന്ന് വിളിച്ചൂടെ? എടി, അങ്ങനെ വിളിച്ചന്വേഷിക്കാൻ മാത്രം അവിടെ ഇപ്പൊ ഒന്നും നടക്കണില്ല. ആയിക്കോട്ടെ, 2-3 ദിവസം കൊണ്ട് ന്യൂസിൽ പറയുന്നുണ്ടല്ലോ, ഖത്തർ, ദുബായ്, കുവൈറ്റ്, ബഹ്റിൻ എന്നിവിടങ്ങളിലെല്ലാം മിസൈൽ ആക്രമണം നടക്കുന്നുണ്ടെന്ന്. ചേട്ടൻ അവിടെ എല്ലാ ഫ്രണ്ട്സുകളുള്ളതല്ലേ, ഒന്ന് വിളിച്ചൂടെ? അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സൈനിക താവളങ്ങളും മറ്റേ ഓഫീസ് കെട്ടിടങ്ങളൊക്കെ ഇല്ല അവരുടെ, അതൊക്കെയാണ് തകർത്തത്. അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ വിളിക്കാത്തത് വളരെ മോശമായിപ്പോയി. എന്തോന്ന് മോശം? ഈ ന്യൂസിൽ കണവണമെന്ന് പറയണ കേട്ടിട്ടാണ്. കുറെയൊക്കെ വലുതായി കാണിച്ചാൽ അതിൽ കുറച്ചെങ്കിലും സത്യം കാണൂലേ? ഞാൻ എന്തായാലും വിളിച്ചിട്ട് യുദ്ധം അവസാനിപ്പിക്കാനാ. നിങ്ങളുടെതൊക്കെ പറയാൻ വന്ന എന്നെയാണ് അടിക്കേ. നിനക്ക് എന്തോന്ന് പ്രശ്നം? വെറുതെ വഴക്കുണ്ടാക്കാൻ വരില്ലേ? നിങ്ങളായി നിങ്ങളെ കൂട്ടുകാരെ, ഞാൻ വഴക്കിനൊന്നും വന്നതല്ല. നാട് വിട്ട് മാറി നിൽക്കുന്നവർക്ക് ഇങ്ങനെയുള്ള അവസ്ഥകൾ, നാട്ടിലുള്ളവരുടെ ഒരു കോൾ അവർക്ക് വലിയ ആശ്വാസമായിരിക്കും. നിങ്ങളവിടെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പൈസയ്ക്ക് ആവശ്യം വരുമ്പോ സനലെ ഒരു 10,000 ഇട്ട് തരുമോ, സുജിത്തെ ഒരു 5,000 ഇട്ട് തരുമോ, ഒരു കൂട്ടുകാരി ഉണ്ടല്ലോ അവളടുത്ത് 2 ആഴ്ച മുമ്പ് ചോദിക്കണായിട്ടില്ല പൈസ തരുമോന്ന്, അവ കൊടുത്താ പൈസ? ചേട്ടാ, അവിടെ ഒരു പ്രശ്നം കാണില്ലായിരിക്കും, എന്നാലും നിങ്ങളൊക്കെ വിളിച്ചിട്ട് ഒരു വാക്ക് സേഫ് അല്ലേ? അല്ലെങ്കിൽ വിളിച്ച് മണിക്കൂറോളം സംസാരിക്കുന്നതല്ലേ, ആ കുപ്പി കൊണ്ടുവരണം, ഈ കുപ്പി കൊണ്ടുവരണം, അത് വേണം, ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ 10ൽ 1 സമയം വേണ്ടല്ലോ. അവര് മനുഷ്യരല്ലേ? നിങ്ങളുടെ ഒരു കോളിന് വേണ്ടി അവരാര് വെയിറ്റ് ചെയ്യുന്നില്ലായിരിക്കാം. പക്ഷെ നിങ്ങളുടെ ഒരു കോളിന്, ഒരു മെസ്സേജിന് അവരെ കരുതുന്നു എന്നൊരു തോന്നലുണ്ടായാൽ അതാണ് അവർക്ക് ഏറ്റവും വലുത്. അളിയാ, സേഫ് അല്ലേ?